വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ക്യാപ്സ്യൂൾ സീരീസ്. അപ്പൊ മക്കളെ നമ്മളിന്ന് +1 മാത്സിലെ ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് ചെയ്യാൻ പോണേ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ഈ ചാപ്റ്റർ നിങ്ങളുടെ മെയിൻ എക്സാമിന് 7 മാർക്കാണ് ചോദിക്കുക, അല്ലെങ്കിൽ 6 മാർക്ക്. ഓക്കെ, സോ 6 മാർക്കാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. സോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. അപ്പൊ അത്രയും നന്നായിട്ട് എന്ത് ചെയ്യണം, ക്ലാസ് ഇരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ സീക്വൻസസ് ആൻഡ് സീരീസ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലേ? സോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് AP ആണ്, അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. സോ നമ്മളിവിടെ +1 പഠിക്കുന്നത് GP ആണ്, അഥവാ ജിയോമെട്രിക് പ്രോഗ്രഷൻ. അപ്പൊ GP എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നോക്കിയേ, ഇപ്പോ എന്തായാലും ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ഇങ്ങനെയാണെങ്കിൽ 2, 4, 8, എക്സെട്ര ഇങ്ങനെയാണ്. ഇതൊരു GPക്ക് എക്സാമ്പിളാ. അപ്പൊ എന്താണ് GP എന്നുള്ളത് പറയാം. GPന്റെ പ്രത്യേകത ഒരു കോൺസ്റ്റന്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോവായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് ഒരു സെയിം നമ്പർ കൂട്ടി പോകും, അത് കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചു. ഇവിടെ GPയുടെ പ്രത്യേകത ഒരു കോൺസ്റ്റന്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പൊ അതിന് നമ്മൾ വിളിക്കുക കോമൺ റേഷ്യോ എന്നാ. സോ ഇവിടെ നോക്കിയേ, 2, 4, 8 എക്സെട്ര എന്നല്ലേ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. 2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 4നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. അപ്പൊ അടുത്ത നിങ്ങൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അല്ലെ. 8നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും. സോ ഇയാളാണ് ഇതെന്ന് വിളിക്കുക GP. സോ GP എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കോൺസ്റ്റന്റ് നമ്പർ വെച്ച് എന്ത് ചെയ്യോടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ടേമിനെ കിട്ടും. സോ ആ കോൺസ്റ്റന്റ് നമ്പറിനെയാണ് നമ്മൾ R എന്ന് വിളിക്കുക, കോമൺ റേഷ്യോ. സോ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ഇപ്പൊ T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേമിനെ T1 എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഇവിടെ വരിക? സെക്കൻഡ് ടേം എന്താ 4 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എന്താ 2. 4/2 എത്രയാണ്ട 2. ഇത്രയുള്ള പരിപാടി. സോ ആദ്യം നമ്മൾ പഠിക്കേണ്ട കോമൺ റേഷ്യോ R കണ്ടുപിടിക്കാനാണ്. R is equal to T2/T1. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് അത് പഠിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഈ GPക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടേമിനെ T1 അല്ലെങ്കിൽ A എന്ന് വിളിക്കും. അപ്പോ A എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ടേം ആണ്, അല്ലെങ്കിൽ T1 എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ടേം. ഈ രണ്ടും നമ്മൾ ഉപയോഗിക്കും. സോ ഒരു GP എങ്ങനെയായിരിക്കും അറിയോ? ഫസ്റ്റ് ടേം A എന്ന് കൊടുത്തു, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ അതിലൂടെ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. തേർഡ് ടേം എന്ന് വെച്ചാൽ അതിലൂടെ ഒന്നുകൂടിയും കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ. ഇവിടെ 6 അല്ലേ, 6 കൂടെ ഒരു മൾട്ടിപ്ലൈ ചെയ്താൽ R² ആയിരിക്കും. ഫോർത്ത് ടേം എന്തായിരിക്കും? A ഇൻറ്റു R² അല്ലേ, അതിലൂടെ 6 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ R³ ആയിരിക്കും. അപ്പൊ നോക്കി, ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം A ഇൻറ്റു R, തേർഡ് ടേം A ഇൻറ്റു R², ഫോർത്ത് ടേം A ഇൻറ്റു R³. അപ്പൊ ഫിഫ്ത് ടേം എന്തായിരിക്കും ഇവിടെ? T5, A ഇൻറ്റു R⁴. സിക്സ്ത് ടേം എന്തായിരിക്കും ഇവിടെ? A ഇൻറ്റു R⁵. സെവൻത് ടേം എന്തായിരിക്കും ഇവിടെ? A ഇൻറ്റു R⁶. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. A ഇൻറ്റു R അല്ലേ. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ എന്ന് പവർ എന്ന് കുറയ്ക്കുക. സെക്കൻഡ് ടേമിന്റെ ഇക്വേഷൻ അപ്പൊ എന്താ? ഫസ്റ്റ് ടേം ഇൻറ്റു R ഇട്ടിട്ട് 2 എന്ന് വെച്ചാൽ R⁴. തേർഡ് ടേം നോക്കി, A ഇൻറ്റു R⁵, 3 എന്ന് കുറച്ചു അപ്പൊ എന്താ 2. ഫോർത്ത് ടേം എന്താ? അപ്പൊ A ഇൻറ്റു R⁴, 4 എന്ന് കുറച്ചു 3. ഫിഫ്ത് ടേം എന്താ? A ഇൻറ്റു R⁵, 5 എന്ന് കുറച്ചു 4. അപ്പൊ ഇത്രയേ ഉള്ളൂ. nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ Tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻറ്റു R⁵ പവർ ഒന്ന് കുറയ്ക്കാം. അപ്പൊ ഞാൻ പറയാം T100 കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ T100 എന്തായിരിക്കും? ഫസ്റ്റ് ടേം ഇൻറ്റു R⁵ 100 എന്ന് കുറയ്ക്കുക 99. കണ്ടോ, ഇത്രയുള്ള പരിപാടി. T200 എന്തായിരിക്കും? ഫസ്റ്റ് ടേം ഇൻറ്റു R⁵ 200 എന്ന് കുറയ്ക്കുക 199. ഇത്രയുള്ള പരിപാടി. ഇപ്പൊ Tn ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ടേം ഇൻറ്റു R⁵ എന്നിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 2 ഇക്വേഷൻസ് ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. nth ടേം അഥവാ Tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോയിൽ നിന്ന് പവർ ഒന്ന് കുറയ്ക്കുക. ഇത് ആദ്യം പഠിക്കുക. ഇക്വേഷൻ കാണാണ്ട പഠിക്കല്ല, അതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? സോ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി,
which term of the sequence 2, 2 root 2, 4 etc. is 128. അപ്പൊ നമ്മുടെ ടേം എന്ന് പറയുന്നത് 2, 2 root 2, 4 etc. 128ാമത്തത് എത്രാമത്തെ ടേം ആയിരിക്കും? അതാണ് ചോദ്യം. അപ്പൊ എപ്പോഴും ഒരു GP തന്നു കഴിഞ്ഞാൽ ആദ്യം എയും ആറും എഴുതി വെക്കുക. എ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ടേം 2. ആർ എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലേടാ. ഈക്വൽ ടു സെക്കൻഡ് ടേം എന്താ? 2 root 2 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എന്താ? 2. അപ്പൊ 2 ക്യാൻസൽ ചെയ്യാം. ഉത്തരം എന്താ? √2. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ടേം എഴുതുക, കോമൺ റേഷ്യോ എഴുതുക. 128 എത്രാമത്തെ ടേം ആണെന്നല്ലേ നമ്മുടെ ചോദ്യം? അറിയില്ല. സോ എത്രാമത്തെ ടേം ആണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്നാമത്തെ ടേം എന്ന് കരുതും. എത്രാമത്തെ എന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് ടി എൻ എന്ന് കൊടുക്കും. അപ്പൊ ടി എൻ ഈക്വൽ ടു 128. അപ്പൊ ഈ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടി എന്നിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞ എന്താണ്? ഫസ്റ്റ് ടേം ഇൻറ്റു ആർ റേസ്ഡ് ടു പവർ ഒന്ന് കുറയ്ക്കുക, അഥവാ എ ഇൻറ്റു ആർ റേസ് ടു n - 1 ഈക്വൽ ടു 128. എയും ആറും നമ്മൾ കണ്ടുപിടിച്ചല്ല, അത് നേരെ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെയാവും? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ √2 ഹോൾ റേസ്ഡ് ടു n - 1 ഇസ് ഈക്വൽ ടു 128. ഇനി എന്ത് ചെയ്യാ? 2 ഇൻറ്റു അല്ലേ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരിക, ഡിവിഷൻ ആവൂലേ? സോ എങ്ങനെയാവും? √2 ഹോൾ റേസ് ടു n - 1 ഈക്വൽ ടു 128/2. സോ √2 ഹോൾ റേസ് ടു n - 1 ഈക്വൽ ടു 64. 128 64. ഇപ്പോൾ 64 64 ഫാക്ടറൈസ് ചെയ്യാലോ. 64 വെച്ച് 2ന്റെ എത്രാമത്തെ പവർ ആയിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ 64 നമുക്ക് 2 വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 32, 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 16, ദെൻ 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 8, 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4, 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2, 2 1 വട്ടം. ഇത് ഞാൻ വേഗം പറയുന്നുണ്ട്, പക്കയായിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ അടിച്ചെന്ന് വെച്ചാൽ 64 2 വെച്ച് ചെയ്താൽ 32 കിട്ടും. 32 2 വെച്ച് ചെയ്താൽ 16 കിട്ടും. അപ്പൊ ഇതിൽ എത്ര രണ്ടെണ്ണം നോക്കി? 1 2 3 4 5 6. എത്ര രണ്ടുണ്ട്? 6 എണ്ണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, √2 ഹോൾ റേസ് ടു n - 1 ഈക്വൽ ടു 64 എങ്ങനെ എഴുതാം? 2 റേസ്ഡ് ടു 6 എന്ന് എഴുതാം. കത്തിയോ? 2 റേസ്ഡ് ടു എന്നാണ് 6. പക്ഷെ ഇവിടെ എന്താ? പവറുകൾ തമ്മിൽ ഈക്വൽ ആവണമെങ്കിൽ ബേസ് ഈക്വൽ ആവണ്ടേ, താഴത്തെ ആൾക്കാർ ഈക്വൽ ആവണ്ടേ. ഇവിടെ √2 അല്ലേ, ഇവിടെ 2 അല്ലേ. ഒരു ട്രിക്ക് ഉണ്ട് നമുക്കേ. ഇപ്പൊ എക്സിനെ നമുക്ക് √x ആക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ ആക്കുമ്പോൾ പവർ ഇരട്ടിയാക്കി കൊടുത്താൽ മതി. പവർ എന്താക്കുക? ഇരട്ടി. ഇപ്പൊ x⁻1 ആണെങ്കിൽ നമുക്ക് √x ആക്കാം. അപ്പൊ √x ഹോൾ സ്ക്വയർ കൊടുത്താൽ മതി. ഇപ്പൊ x⁻2 ആണെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? √x ആക്കാം. √x ആക്കുമ്പോൾ പവർ ഇരട്ടിയാക്കി കൊടുക്കുക. 4ന്റെ ഇരട്ടി 4, സോറി 2ന്റെ ഇരട്ടി 4. x³ ആണെങ്കിലോ, ഇവിടെ x³ ആണെങ്കിലോ റൂട്ട് ആക്കാം. റൂട്ട് ആക്കുമ്പോ എന്ത് ചെയ്താൽ മതി? അവിടെ പവർ ഇരട്ടിയാക്കി എഴുതിയാൽ മതി. 6 കണ്ടോ? അത് ഇതാണ്. ഒരു നമ്പറിന്റെ അതിന്റെ റൂട്ടാക്കി എഴുതാം. റൂട്ടാക്കി എഴുതുമ്പോൾ പവർ ഇരട്ടിയാക്കണം. ഓക്കെ. അപ്പൊ ഞാൻ നോക്കി, ഇവിടെ 2 അല്ലുള്ളത്. ഞാൻ ഇവിടെ എഴുതേണ്ട ഉത്തരം ഇവിടെ 2 അല്ലുള്ളത്, അതിനെ √2 ആക്കും. അപ്പൊ പവർ ഇരട്ടിയാക്കി എഴുതിയാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? √2 ഹോൾ റേസ് ടു n - 1 ഈക്വൽ ടു 2ന് ഞാൻ √2 എന്നാക്കും. അപ്പോൾ പവർ ഇരട്ടിയാവും. 6ന്റെ പവറിന്റെ ഇരട്ടി എത്രയാ? 12. ഓക്കെ. സോ ഇയാളുടെ പവറും ഈക്വൽ ആവും. n - 1 ഈക്വൽ ടു 12. സോ n ഈക്വൽ ടു 12 -1 ഇപ്പുറം വരുമ്പോ +1. അപ്പൊ എത്ര കിട്ടും? 13. സോ 13ാമത്തെ ടേം ആയിരിക്കും എത്രന്ന് വരിക? 128 എന്ന് വരിക. കാൽക്കുലേഷൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഒരു ട്രിക്ക് മാത്രം ആലോചിക്കുക, ഒരു നമ്പറിന്റെ അതിന്റെ റൂട്ട് ആക്കാം. അപ്പൊ പവർ എന്താക്കുക? ഡബിൾ ചെയ്യാം. ദാറ്റ്സ് ഓൾ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് 12th ടേം ഓഫ് ദ സീക്വൻസ് ഹൂസ് nth ടേം ഈസ് 2n - 3/6. എളുപ്പം. സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മാർക്കിനൊക്കെ ചോദിക്കുന്നത്. 10th ടേം തന്നിട്ടുണ്ട്. tn ഈക്വൽ ടു 2n - 3 ഹോൾ ഡിവൈഡ് ബൈ 6. നമുക്ക് 12th ടേം അല്ലേ കാണണ്ടേ? 12th ടേം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ n-ന്റെ സ്ഥാനത്ത് 12 ഇട്ട് കൊടുക്കുക. സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടും 2 × 12 - 3 ഹോൾ ഡിവൈഡ് ബൈ 6. അപ്പൊ 2 × 12 എന്ന് വെച്ചാൽ 24 - 3 ഹോൾ ഡിവൈഡ് ബൈ 6.
ഇപ്പൊ എന്ത് വരും 21 ഹോൾ ഡിവൈഡ് ബൈ 6 അല്ലേ. സോ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. 21-ലും 6-ലും 3 കോമൺ ഉണ്ട്. 21-ല് 3 എത്ര പ്രാവശ്യം ഉണ്ട്? 7 പ്രാവശ്യം. 6-ല് 3 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. ഇതിന് ചെറുതാക്കിയാൽ ഭംഗിയാവും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഉത്തരം ഇതിൽ ഫുൾ മാർക്ക് കിട്ടും. സോ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ 10th term of a GP whose third term is 24 and 6th term is 192. മൂന്നാമത്തെ ടേമും 6ാമത്തെ ടേമും തന്നിട്ടുണ്ട്. നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കണം, അതാണ് ചോദ്യം. അപ്പൊ മൂന്നാമത്തെ ടേം എന്ന് വെച്ചാൽ എന്താ? T3 അല്ലേ. T3 എന്ന് വെച്ചാൽ 24 തന്നിട്ടുണ്ട്. അപ്പൊ T3നെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം ഇൻറ്റു r raised to 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് എഴുതാലോ. അപ്പൊ T3നെ എങ്ങനെ എഴുതാം? a into r raised to 2 is equal to 24. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഓക്കെ. Then അടുത്ത തന്നിട്ടുണ്ട് 6th ടേം തന്നിട്ടുണ്ട്. 6th ടേമിനെ എങ്ങനെ എഴുതാം? T6 ഈക്വൽ ടു എന്താ? 192. അപ്പൊ 6ാമത്തെ ടേമിനെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം ഇൻറ്റു r raised to r ന്ന് 1 കുറയ്ക്കുക, എത്രയാ? 5 ഈക്വൽ ടു 192. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാടാ? ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. 2നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാ, 1 വെച്ചിട്ട്. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 എന്താ? a into r raised to 5 equal to 192 divided by ഫസ്റ്റ് ഇക്വേഷൻ എന്താ? a into r raised to 2 is equal to 24. എളുപ്പത്തിന് വേണ്ടി അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. 192 ഡിവൈഡ് ബൈ 24 എത്രയാ? 8. ഇവിടെ വെട്ടിക്കളയല്ലേ പരിപാടി. a വെട്ടിക്കളയാം. r സ്ക്വയർ 5 വെട്ടിക്കൂടെ? 5-ന്ന് 2 പോയാൽ ബാക്കി എത്രയാടാ? 3. അപ്പൊ എന്തായി? r ക്യൂബ് ഈക്വൽ ടു 8. സോ ഇവിടെ 8 അല്ലേ, 8നെ ക്യൂബ് ആക്കി മാറ്റണം. 6 ക്യൂബ് ആക്കണം. എന്താണ് r ക്യൂബ് എന്ന് പറഞ്ഞാൽ? ഏതോ ഒരു സെയിം സംഖ്യ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. ഏതാണ് ആ സംഖ്യ? അതാണ് ചോദ്യം. അപ്പൊ 8 ഇട്ടുണ്ടെങ്കിൽ ഏത് സംഖ്യ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടും? 2 ആണല്ലേ. അപ്പൊ r ക്യൂബ് ഈക്വൽ ടു 2 ക്യൂബ്. എല്ലാവർക്കും ഇത് പെട്ടെന്ന് കത്തൂല. അപ്പൊ ഒരു ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്ക്? 8 അല്ലേ, 8നെ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാലോ. 8-ല് 2 എത്ര പ്രാവശ്യമാടാ? 4 പ്രാവശ്യം. 4-ല് 2 എത്ര പ്രാവശ്യമാടാ? 2 പ്രാവശ്യം. 2-ല് 2 എത്ര പ്രാവശ്യമാടാ? 1 പ്രാവശ്യം. അപ്പൊ 2 എത്ര എണ്ണം വന്ന്? 3 എണ്ണം. അപ്പൊ എങ്ങനെ എഴുതാം? 8നെ 2 ക്യൂബ് എന്ന് എഴുതാം. സോ നോക്കിയേ, രണ്ടുപേരെയും പവർ സെയിം ആയില്ലേ. അപ്പൊ ആര് സെയിം ആയിരിക്കും? r സെയിം ആയിരിക്കും. അപ്പൊ r ഈസ് ഈക്വൽ ടു എന്താ? 2. കഥ കിട്ടിയില്ലേ? അപ്പൊ കോമൺ റേഷ്യോ കിട്ടി. കോമൺ റേഷ്യോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാലോ. സോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ r ഈസ് ഈക്വൽ ടു 2 എന്നുള്ള ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ഇയാൾ ഇക്വേഷൻ നമ്പർ 1 ഇടുമ്പോ എങ്ങനെയായി മാറും? a into 2 square is equal to 24. Okay, so a into 4 is equal to 24. a is equal to 24 by 4. ഇക്വേഷൻ നമ്പർ 1 തന്നെ ഇടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. 2 വേണമെങ്കിൽ ഇടാം, എന്നാലും സെയിം ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ a is equal to 24 4 എത്ര പ്രാവശ്യം ഇടാം? 6 പ്രാവശ്യം അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ a കിട്ടി, r കിട്ടി. ദെൻ നമ്മുടെ ചോദ്യം എന്താ? എയും ആറും കിട്ടിയാല് ദെൻ നമ്മുടെ ചോദ്യം എന്താണ്? T10 കാണണം അല്ലെ? 10ാമത്തെ ടേം അല്ലേ കണ്ടേ? സോ T10 ഈക്വൽ ടു എന്താ? a into r raised to 9 അല്ലേ? a into r raised to 9. ഫസ്റ്റ് ടേം into r raised to പവർ എന്ന് കുറയ്ക്കുക. 10 എന്ന് പറഞ്ഞാൽ 9. സോ ഫസ്റ്റ് ടേം എന്താ? 2 into ഫസ്റ്റ് ടേം എത്രയാണ്? 6. ഫസ്റ്റ് ടേം 6 into r raised to 9 എത്രയാ? 2 raised to 9. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. 6 into 2 raised to 9. ഓക്കെ, എളുപ്പമല്ലേ? സോ ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. നോക്കിയോ, 4ാമത്തെ ചോദ്യം നോക്കി. The sum of first 3 terms of a GP is 39/10 and their product is 1. Find the terms. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ +1 വരുന്ന ചോദ്യമാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇത് കുറച്ചധികം പണിയുണ്ട് ഇതിൽ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? ആദ്യത്തെ 3 ടേമുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 39/10 കിട്ടും.
ആ സെയിം സൈഡിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. ആ ടേമുകൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും 3 ടേമുകൾ കൂട്ടുമ്പോ ഒരു നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണമെങ്കിൽ ആ GP ഇങ്ങനെ തന്നെ എടുക്കണം. ലെറ്റ് ദ ടേംസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ എടുക്കണം. A/R A/R ഇതിങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ 3 ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും എന്നാണ്? 1 കിട്ടും എന്നാ പറയണേ. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും താഴെ സെയിം ആയ ആൾക്കാരെ ക്യാൻസൽ ചെയ്യാലോ. ദെൻ A into A എന്താ? A³ ഈക്വൽ ടു 1. A³ ഈക്വൽ ടു 1 ആണെങ്കിൽ A ഈക്വൽ ടു എന്താ? 1. ഫസ്റ്റ് ടേം കിട്ടി. ദെൻ ഇവരെ കൂട്ടുമ്പോ എന്ത് കിട്ടും? 39/10. അതിനർത്ഥം എന്താ? A/R പ്ലസ് A പ്ലസ് AR ഈക്വൽ ടു 39/10. ഓക്കെ, 39/10. സോ ആദ്യത്തെ ടാസ്ക് ഈ ഡിനോമിനേറ്റർ കളയാന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു 6 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇയാളെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 1നെ 10R വെച്ച് മൾട്ടിപ്ലൈ. ഇക്വേഷൻ നമ്പർ 1 മൾട്ടിപ്ലൈ ബൈ 10R. ഇപ്പൊ സാറ് ഈ 10R എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കരുത്. 10R എവിടുന്നാ കിട്ടിയത്? ഡിനോമിനേറ്ററിൽ നിന്നാണ് കിട്ടിയത്. സോ താഴെ കിടക്കുന്ന ആൾക്കാരെ കളയാണെങ്കിൽ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ത്രൂ ഔട്ട് ഇക്വേഷൻ അങ്ങ് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാവും? 10R into A/R plus 10R into A plus 10R into AR. 10R into A/R plus 10R into A plus 10R into AR is equal to 10R into 39/10. മുകളിലും താഴെ സെയിം ആയ ആൾക്കാരെ ക്യാൻസൽ ചെയ്യാലോ. ഇവിടെ 6 വെട്ടിക്കൂടെ. ദെൻ അടുത്തത് നോക്കി, എയുടെ സ്ഥാനത്ത് 1 കൊടുക്കാലോ. എ നമുക്ക് 1 അല്ലേ കിട്ടിയത്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? 10 into 1 plus ഇവിടെ 10R into 1 plus 10R into ഇവിടെ എന്ത് കൊടുക്കാം? 1 into R. ഇവിടെ നോക്കുക, എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. എ നമുക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു ഇവിടെ ഈ 10ഉം 10ഉം ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? മുകളിലും താഴെ സെയിം ആയ ആൾക്കാരെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? 39 into R 39R. അപ്പൊ ഇങ്ങനെ കിട്ടും 10 into 1 10 plus 10R into 1 10R plus 10R into 1 into R അല്ലെ, R into R square. then എന്താണ്? 10R square equal to 39R. ഇനി എന്ത് ചെയ്യാം? ഇവരെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുപോലെ പവർ കൂടിയാണ് ആദ്യം എഴുതുക, പവർ കുറഞ്ഞ ആൾക്കാർ രണ്ടാമത് എഴുതുക, അങ്ങനെ എഴുതാം. അപ്പൊ ആദ്യം ഞാൻ 10R square എഴുതി, പിന്നെ ഒരു പ്ലസ് 10R ഉണ്ട്, പ്ലസ് 39R ഇപ്പുറം വരുമ്പോ മൈനസ് 39R. ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 10 ഈക്വൽ ടു 0. പ്രശ്നമൊന്നുമില്ലല്ലോ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാ? 10R square ഇവിടേക്ക് 10R മൈനസ് 39R അല്ലേ, എന്താ ചെയ്യാ? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 39R 10R കുറച്ചാല് 29R, എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്താ? മൈനസ്. സോ മൈനസ് 29R പ്ലസ് 10 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി അല്ലേടാ. സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4AC ഹോൾ ഡിവൈഡഡ് ബൈ 2A ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ എ എത്രയാ? 10. ബി എത്രയാ? മൈനസ് 29. സി എത്രയാ? 10. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ, സോ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു മൈനസ് 29, സി ഈക്വൽ ടു 10. ഈ വാല്യൂസ് ഞാൻ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോ ആർ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4AC ഹോൾ ഡിവൈഡഡ് ബൈ 2A. സോ ഈക്വൽ ടു മൈനസ് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്, ബിന് ഒരു മൈനസ് 29 ഉണ്ട്, പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ, ബി എന്ന് വെച്ചാൽ മൈനസ് 29 ഹോൾ സ്ക്വയർ മൈനസ് 4 into 10 into സി എത്രയാ? 10. എയുടെയും 0 10 കൊടുത്തു, ഹോൾ ഡിവൈഡഡ് ബൈ 2 into 10.
is equal to 29 plus or minus root 29 whole square അല്ലേ. സോ അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് 841 മൈനസ് 4 into 10 40 40 into 10 400 whole divided by 2 into 10 20. ഓക്കെ അല്ലേ. is equal to 29 plus or minus root 841 400 കുറച്ചാൽ 441 whole divided by 20. ഓക്കെ അല്ലേ. is equal to 29 plus or minus root 441 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 21 whole divided by 20. ഓക്കെ. സോ നമുക്ക് ഇങ്ങനെ കിട്ടും 29 plus or minus are equal to 21 whole divided by എന്താണ് കിട്ടുക? 20 അല്ലെ. സോ r is equal to 29 plus 21 whole divided by 20 or r is equal to 29 minus 21 whole divided by 20. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. കുറച്ചധികം ലെങ്തി ആണ്, ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. സോ r is equal to 29 divided by 20 or r is equal to 29 minus 21 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 8 divided by 20. പ്രശ്നമില്ലല്ലോ. സോ എന്ത് വരും? ഇവിടെ 0 വെട്ടാം. r is equal to 5/2 or r is equal to 8 4 2 പ്രാവശ്യം 20 4 5 പ്രാവശ്യം. അപ്പൊ r is equal to 5/2 or r is equal to 2/5. ഇങ്ങനെയാണ് രണ്ട് വാല്യൂസ് കിട്ടും. അപ്പോ ടേമുകൾ കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പൊ ലെറ്റ് the terms നമ്മൾ എങ്ങനെയാ കൊടുത്തേ? a/r, a/ar എന്നല്ലേ കൊടുത്തേ. സോ r is equal to ആദ്യം ഇപ്പൊ 5/2 കൊടുത്തെന്ന് വിചാരിക്കും. r equal to 5/2 ടേമുകൾ എങ്ങനെയായിരിക്കും? അപ്പൊ a യുടെ സ്ഥാനത്ത് 1 കൊടുക്കണം, r ന്റെ സ്ഥാനത്ത് a equal to 1 ആണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് വരും? 1/5/2 1 into 5/2. So 5/2 മേലേക്ക് എടുത്താൽ 2/5 1 if ഇവിടെ ഉണ്ടാവും 1 into 5/2 5/2. ഇതായിരിക്കും ടേംസ് വരും. ഇപ്പൊ ഞാൻ r is equal to 5/2 ആണ് കൊടുത്തത്. അതുപോലെ നിങ്ങൾക്ക് r is equal to 2/5 കൊടുക്കാം. ഒരു ആൻസർ ചെയ്താൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. ഇത്രയും ലെങ്തി ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സോ then അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Insert 3 numbers between 1 and 256 so that the resulting sequence is a GP. 1നും 256നും ഇടയ്ക്ക് എന്ത് ചെയ്യണം? നമുക്ക് 3 ടേമുകൾ കേട്ടണം. ഈ 3 ടേമുകൾ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവർ GPയിലായി മാറും. സോ 1, അതിനുശേഷം എനിക്ക് 3 ടേം ഇതിനിടയിൽ ഇടണം, then 256. സോ ആ 3 ടേമുകളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫിഫ്ത്ത് ടേം. അപ്പോ ഫസ്റ്റ് ടേമും ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്. ഇതിനിടയിലുള്ള ബാക്കി T2, T3, T4 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ A ഉണ്ടല്ലേ 1, അതുപോലെ T5 ഉണ്ടല്ലേ 256. സോ T5 equal to 256. T5നെ നമ്മൾ എങ്ങനെ എഴുതും? a into r raised to 4 എന്നല്ലേ എഴുതാം. ഫസ്റ്റ് ടേം into r raised to 5 എന്ന് 1 കുറച്ചാൽ 4 is equal to 256. a നമുക്കറിയാലോ 1 എന്ന്. സോ 1 into r raised to 4 is equal to 256. ഓക്കെ. സോ r raised to 4 is equal to 256. സോ ഈ 256നെ റൈസ്ഡ് ടു 4 പവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. റൈസ്ഡ് ടു 4 പവർ ആക്കണമെങ്കിൽ r റൈസ്ഡ് ടു 4 ഈക്വൽ ടു ഒന്നെങ്കിൽ 256 നേരത്തെ പോലെ 4 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. സോ നിങ്ങൾക്ക് 4 പ്രാവശ്യം കിട്ടും. അപ്പൊ നമുക്ക് r റൈസ്ഡ് ടു 4 ഈക്വൽ ടു 256 നമുക്ക് എങ്ങനെ എഴുതാം? 4 റൈസ്ഡ് ടു 4 എന്ന് എഴുതാം. സോ രണ്ടുപേരെയും പവർ സെയിം ആണെങ്കിൽ താഴത്തെ ബേസ് സെയിം ആയിരിക്കും. സോ r is equal to എന്താ? 4. r is equal to എത്രയാണ്? 4. r കിട്ടി, a ഉണ്ട്, T2, T3, T4 നമുക്ക് കണ്ടുപിടിക്കാം. T2 എന്ന് വെച്ചാൽ എന്താ? a into r അല്ലേ.
ഈക്വൽ ടു എ എത്രയാ 1 ഇൻറ്റു ആർ എത്രയാ 4. അപ്പൊ എന്ത് കിട്ടും 4. അത് T3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ. ഫസ്റ്റ് ടേം ഇൻറ്റു ആർ റൈസ് ടു 3 ഒന്ന് കുറച്ചാൽ 2. സോ എന്ത് വരും 1 ഇൻറ്റു 4 സ്ക്വയർ എന്ന് വെച്ചാൽ 16. സോ എന്ത് കിട്ടും 16 കിട്ടും. ഇത് T4 അല്ലേ. T4 എന്ന് വെച്ചാൽ എന്താ എ ഇൻറ്റു ആർ ക്യൂബ്. സോ 1 ഇൻറ്റു 4 ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 64 എന്ന് വരും അല്ലെ. എത്ര വരും 64. അപ്പൊ 64 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇൻറ്റു 64 എത്ര 64. അപ്പൊ 3 ടേമുകൾ കിട്ടി. 3 ടേം ഏതൊക്കെയാ 4 16 64. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ 2 ടേമുകൾ തന്നാൽ അതിനിടയിലുള്ള ആൾക്കാര് ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 256 4 ആക്കിയത് ഇതുപോലെ എന്ത് ചെയ്യാം ഇവിടെ ഫാക്ടറൈസ് ചെയ്ത് കൊടുക്കുക. 4 256 എത്ര പ്രാവശ്യം, പിന്നെ അതിനെ 4 വെച്ച് ചെയ്യാം. അങ്ങനെ 4 വരും. 4 പ്രാവശ്യം ചെയ്യേണ്ടി വരും. നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. ഫൈൻഡ് 20th ടേം ഓഫ് ദ സീക്വൻസ് 5/2, 5/4, 5/8, എക്സെട്ര. ഇതിൽ 20ാമത്തെ ടേം കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, എ എന്താ അവിടെ ഫസ്റ്റ് ടേം 5/2. 6 കാണണ്ടേ. 6 എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലേ. സെക്കൻഡ് ടേം എന്താ 5/4 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എന്താ 5/2. സോ എന്ത് ചെയ്യാം, ഈ 5/2 മേലേക്ക് എടുത്താൽ നേരെ തലതിരിയും അല്ലെ. എങ്ങനെയായി മാറും 5/4 ഇൻറ്റു 2/5. സോ ക്രോസ് ചെയ്ത് ക്യാൻസൽ ചെയ്യാലോ. ക്യാൻസൽ ചെയ്തു. ദെൻ 2/4 എന്ന് വന്നു. 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 അല്ലെ. 2 2 ഒരു പ്രാവശ്യം, 4 2 2 പ്രാവശ്യം. ഓക്കെ, സോ 6 കിട്ടി, എ കിട്ടി. 20th ടേം എന്തായിരിക്കും T20 is equal to a into r raised to 19 അല്ലേ. ഫസ്റ്റ് ടേം ഇൻറ്റു ആർ റൈസ്ഡ് ടു പവർ ഒന്ന് കുറയ്ക്കുക. 20 1 കുറച്ചാൽ 19. ഈക്വൽ ടു എ എത്രയാ 5/2 ഇൻറ്റു ആർ എത്രയാ 1/2 ഹോൾ റൈസ്ഡ് ടു 90. ഇത്ര എഴുതിയാൽ മതി. അധിക സിംപ്ലിഫിക്കേഷൻ ഒന്നും നിൽക്കണ്ട. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ഇത്രയും നേരം ചെയ്തത് nth ടേമിന്റെ ആണ്, അഥവാ n-ാമത്തെ ടേം കണ്ടുപിടിക്കുന്നതിന്റെ റിലേറ്റഡ് ഉള്ള പ്രോബ്ലം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സമ്മിന്റെ ആണ്. ഓക്കെ, സോ എസ് എന്ന് വെച്ചാൽ nth ടേമിന്റെ സം. nth ടേമിന്റെ സം കാണാനുള്ള ഇക്വേഷൻ a ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇത് നമ്മൾ ഉപയോഗിക്കുക r ലെസ് ദാൻ 1 ആകുമ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമൺ റേഷ്യോ 1-നേക്കാൾ ചെറുതാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 0.6 0.7 അല്ലെങ്കിൽ 1/2 1/3. അതുപോലെ കോമൺ റേഷ്യോ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഇക്വേഷൻ a ഇൻറ്റു 1 മൈനസ് ആർ റൈസ്ഡ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ദെൻ കോമൺ റേഷ്യോ 1-നേക്കാൾ വലുതായെന്ന് വിചാരിക്കും. കോമൺ റേഷ്യോ 1-നേക്കാൾ വലുതായാൽ ഇത് നേരെ അങ്ങ് തലതിരിച്ചിടുക. ആർ റൈസ് ടു ആദ്യവും 1 രണ്ടാമതും കൊണ്ടുവരും. അപ്പൊ എങ്ങനെയാണ് സമ്മിന്റെ ഇക്വേഷൻ a ഇൻറ്റു ആർ റൈസ്ഡ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. നന്നായിട്ട് ശ്രദ്ധിച്ച് 1-നേക്കാൾ ചെറുതാകുമ്പോഴുള്ള ഇക്വേഷൻ നിന്ന് ആ 1 മൈനസ് ആർ റൈസ് ടു തിരിച്ചിട്ടാൽ 1-നേക്കാൾ വലുതാകുമ്പോഴുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റേ നേരെ തിരിച്ചിടാന്നുള്ളത് ആലോചിക്കും. ഓക്കെ, ഒന്ന് പഠിച്ചു വരണം ഫ്രീ. ഓക്കെ, സോ നോക്കാം. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ് 2, 4, 8, എക്സെട്ര. ഓൾസോ ഫൈൻഡ് എസ്റ്റ് 2, 4, 8. അതില് എന്ത് ചെയ്യണം, n ടേംസിന്റെ സം കാണും. അപ്പൊ എന്ത് കാണണമെങ്കിലും ആദ്യം കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. അതുപോലെ ഫസ്റ്റ് ടേം എഴുതണം. സോ കോമൺ റേഷ്യോ എന്താ കാണണമെങ്കിൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലെ. അപ്പൊ 4/2 ചെയ്താൽ 2 ഗ്രേറ്റർ ദാൻ 1 ആണ് ട്ടോ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ. അതുപോലെ ഫസ്റ്റ് ടേം എന്താ 2. ഓക്കെ, സോ കോമൺ റേഷ്യോ ഉണ്ട്, അതുപോലെ ഫസ്റ്റ് ടേം ഉണ്ട്. സോ സം ഓഫ് n ടേംസ് കാണാലോ. സം ഓഫ് n ടേംസ് കാണാനുള്ള ഇക്വേഷൻ എന്താ a ഇൻറ്റു ആദ്യം r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1. ഇത് കൊടുക്കാനുള്ള കാരണം എന്താ, നമ്മുടെ കോമൺ റേഷ്യോ 1-നേക്കാൾ വലുതാ. 2 എന്ന് വെച്ചാൽ 1-നേക്കാൾ വലുതാണല്ലോ. സോ എയുടെയും ആറിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ അവിടെ 2 കൊടുക്കുക, ആറിന്റെ അവിടെ 2 കൊടുക്കുക. അപ്പൊ എന്തായി മാറും 2 ഇൻറ്റു 2 റൈസ്ഡ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. അപ്പൊ എന്താ കിട്ടും 2 ഇൻറ്റു 2 റൈസ്ഡ് ടു n മൈനസ് 1
3 ഉള്ള പരിപാടി. കാരണം 2 - 1 1 അല്ലേ, ഏതൊരു സാധനത്തിനെയും 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ അയാളെ തന്നെ കിട്ടും. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, S10 കാണണം. S10 കാണണമെങ്കിൽ ഈ n-ന്റെ അവിടെ 10 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്തായിരിക്കും 2 into 2 raised to 10 minus 1. So 2 into 2 raised to 10 എത്രയാ? കാൽക്കുലേറ്ററിൽ അടിച്ചാൽ 1024 എന്ന് കിട്ടും, -1. So 2 into 1024 ഒന്ന് കുറച്ചാൽ 1023. So 2 into 1023. So എത്ര കിട്ടും? 2046 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മള് nth ടേമിന്റെ സമ്മും then S10 കാണാൻ പറഞ്ഞപ്പോ nth ടേമിന്റെ സമ്മിൽ എന്ത് ചെയ്തു? 10 എന്ന് ഇട്ട് കൊടുത്തു. ഇത്രയുള്ള പരിപാടി. ഓക്കെ, then അടുത്ത നോക്കാം, find the sum to n terms of the GP 1, 2/3, 4/9, etc. So ഇവിടെ a എന്താ? 1. r എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ഇപ്പൊ 2/3 ഡിവൈഡഡ് ബൈ 1 എന്ന് വെച്ചാൽ 2/3 അല്ലെ, ഏതൊരു സ്ഥാനത്തെ 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ തന്നെ കിട്ടും. സോ ഇവിടെ ലെസ് ദാൻ 1 ആണ്, 2/3 എന്ന് വെച്ചാൽ ലെസ് ദാൻ 1 ആണ്. കാൽക്കുലേറ്റർ അടിച്ചാലും നിങ്ങൾക്ക് കിട്ടും 0.66 എന്ന് വരും. അപ്പൊ അതൊന്നിനൊക്കെ ചെറുതാ. അപ്പൊ SN കാണാനുള്ള ഇക്വേഷൻ എന്താ? a into 1 minus r raised to n divided by 1 minus r. 1 ആദ്യം വരണം ഒന്നിനൊക്കെ ചെറുതാണെങ്കിൽ. then a യുടെയും r ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? a എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 into 1 minus r എത്രയാ? 2/3 whole raised to n. ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ. r എന്ന് വെച്ചാൽ 2/3, അതിന് മൊത്തത്തിലാണ് n. whole divided by 1 minus r എത്രയാ? 2/3. സോ എന്ത് കിട്ടും? 1 into എന്ത് ചെയ്താലും 1 തന്നെ. അപ്പൊ 1 minus 2/3 whole raised to n whole divided by, ഇവിടെ ഒരു by 1 ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 3 എത്രയാ? 3. സെൻട്രൽ ചിഹ്നം എന്താ? മൈനസ്. 1 into 2 എത്രയാ? 2 whole divided by 3. സോ എന്ത് കിട്ടും? 1 minus 2/3 whole raised to n divided by 3 minus 2 എത്രയാ? 1/3. ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത്രയും ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത് നോക്കിയേ, ഹൗ മെനി ടേംസ് ഓഫ് ദ GP ആർ നീഡഡ് ടു ഗിവ് ദ സം 120? എത്ര ടേമുകൾ കൂട്ടിക്കഴിഞ്ഞാലാണ് 120 കിട്ടുക? then ആ GP തന്നിട്ടുണ്ട് 3, 3 square, 3 cube, etc. അപ്പൊ a എന്താ? ഫസ്റ്റ് ടേം ആദ്യം കണ്ടുപിടിക്കുക, 3. കോമൺ റേഷ്യോ എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലേ? സെക്കൻഡ് ടേം 3 സ്ക്വയർ ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം 3. അപ്പൊ 3നെ സ്ക്വയർ എന്ന് വിട്ടാലോ? അപ്പൊ എന്ത് കിട്ടും? 3. അപ്പൊ ഫസ്റ്റ് ടേമും 3, കോമൺ റേഷ്യോയും 3. then നമുക്ക് എന്ത് ചെയ്യണം? 120 എത്ര ടേമിന്റെ സം ആണെന്ന് നോക്കണം. അപ്പൊ നമുക്ക് എത്രാമത്തെ ടേമിന്റെ ആണെന്ന് അറിയില്ല. അപ്പൊ SN എന്ന് കൊടുക്കണം. SN = 120. n ടേംസിന്റെ സം 120 എന്ന് കൊടുക്കണം. അപ്പോ SN ന്റെ ഇക്വേഷൻ എന്താ? a into r raised to n minus 1 divided by r minus 1 equal to 120. ഓക്കെ, a യുടെയും r ന്റെ വാല്യൂ നമുക്കറിയാലോ. എന്താണത്? 3 into 3 raised to n minus 1 divided by 3 minus 1 is equal to 120. Okay, so എന്താ കിട്ടും? 3 into 3 raised to n minus 1 divided by 2 is equal to 120. Then divided by 2 ഇങ്ങോട്ടുണ്ട് into 2. So 3 into 3 raised to n minus 1 equal to 120 into 2. എത്ര കിട്ടും? 240. പ്രശ്നമില്ലല്ലോ. then 3 raised to n minus 1 divided is equal to 240 divided by 3. okay, so 3 raised to n minus 1 equal to 24 എത്ര 3 ഉണ്ടെന്ന് നോക്കുക. എത്ര ഉണ്ട്? 8. ആ 0 അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. okay, so 3 raised to n minus 1 is equal to 80. then minus 1 ഇപ്പുറം എടുത്താൽ plus 1. 3 raised to n is equal to 80 plus 1. so 3 raised to n is equal to 81. ഇപ്പൊ ഈ 81നെ 3ന്റെ പവർ ആക്കുക. നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയാലോ. 81ൽ 3 നോക്കാം, 27 ഉണ്ടാവും. 27ൽ 3 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 9ൽ 3 എത്ര പ്രാവശ്യം?
3 പ്രാവശ്യം, 3 3 പ്രാവശ്യം 1 പ്രാവശ്യം. സോ എങ്ങനെ എഴുതാം? 3 raised to n is equal to 81. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 3 എത്ര വരാണ്ട്? 4. കേട്ടോ, ഇതുപോലെ ചെയ്യാൻ അറിയണം, അതാണ് പ്രശ്നം. അത് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പൊ എന്ത് കിട്ടും? n is equal to 4. കാരണം ബേസ് സെയിം അല്ലേ, അപ്പൊ പവറുകൾ സെയിം ആയിരിക്കും. അതാണ് അവിടുത്തെ മാത്സ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ് 7 plus 77 plus 777 plus 7777 plus etc. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്പറുകൾ ഇങ്ങനെ മാറ്റിത്തരും. ഇതിലൊരു ടാസ്ക് എന്താണെന്ന് അറിയാം, ഇത് ആക്ച്വലി ഒരു ജി പി അല്ല. ജി പിയുടെ പ്രത്യേകത എന്താ? ഒരു കോൺസ്റ്റന്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകണമല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഇത് ചെയ്യാൻ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ പഠിക്കണം. ചില സ്റ്റെപ്പുകൾ നമ്മൾ കാണാണ്ട് പഠിച്ചു വെക്കണം, അല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അതാ പ്രശ്നം. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ Sn ഈക്വൽ ടു ഇയാളടുത്ത് എഴുതും 7 plus 77 plus 777 plus etc plus n ടൈംസിന്റെ അല്ലേ കണ്ടേ, ഇങ്ങനെ എഴുതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എല്ലാത്തിനും ഒരു 7 പുറത്തെടുക്കും. എല്ലാത്തിലും 7 ഉണ്ടല്ലോ, 7 പുറത്തെടുക്കും. അപ്പൊ Sn ഈക്വൽ ടു ഈ ഒരു സ്റ്റെപ്പിൽ കൂടെ മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ സ്റ്റെപ്പ് ഇതുപോലെ പഠിച്ചു വെക്കണം. സോ ഞാൻ 7 പുറത്തെടുത്തു. പുറത്തെടുത്താൽ അപ്പൊ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 7 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 77 എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. 777 എത്ര പ്രാവശ്യം? 111 പ്രാവശ്യം. ഇങ്ങനെ എഴുതാം. എക്സെട്ര പ്ലസ് n ടേംസ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഉള്ളിലൊരു 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. തോന്നിയ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂകൾ വ്യത്യാസം വരാൻ ഞാൻ ഡിവിഷനും ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു 7/9 എന്നിടും. ഉള്ളി മൾട്ടിപ്ലൈ ചെയ്താൽ 9 into 1 9, 9 into 11 99. ഇവിടെ എന്താവും? 999 plus etc plus n times. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ഇത്രയാണ് ഞാൻ ചെയ്ത സ്റ്റെപ്പുകൾ. ആദ്യം 7 പുറത്തെടുത്ത് ഇതിൽ എന്ത് ചെയ്തു? മുകളിൽ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. വാല്യൂല് വ്യത്യാസം വരാണ്ടിരിക്കാൻ by 9 താഴെ എഴുതി. അപ്പൊ മേലെ താഴെ വന്ന വാല്യൂ വ്യത്യാസം വരില്ലേ? അടുത്ത സ്റ്റെപ്പിൽ Sn ഈക്വൽ ടു 7/9. 9 ഞാൻ 10 minus 1 എന്ന് എഴുതാലോ, പ്രശ്നമില്ലല്ലോ. പ്ലസ് 99 100 minus 1 എന്ന് എഴുതാലോ. 999 എങ്ങനെ എഴുതാം? 1000 minus 1 എന്ന് എഴുതാലോ, പ്രശ്നമില്ലല്ലോ. എക്സെട്ര പ്ലസ് n ടേംസ്. ഒന്നായിട്ട് ചെയ്ത് പഠിക്കാട്ടത്. ഓക്കെ, ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യും? ആ 10 100 1000 അതിനൊക്കെ ഒരുമിച്ച് ചെയ്തും. ഇവിടെ ഉണ്ടോ? -1 -1 -1. ഇപ്പൊ 100 ടൈം വന്നാൽ -100, 1000 ടൈം വന്നാൽ -1000, n ടൈം വന്നാൽ -n. ഈ -1 എല്ലാം ഒറ്റയടിക്ക് -n അങ്ങോട്ട് മാറ്റി ചെയ്തു. ബാക്കി ആ 10 100 1000 ഒരുമിച്ച് ചെയ്തു. അപ്പൊ എങ്ങനെയാവും? Sn ഈക്വൽ ടു 7/9. ഇവിടെ എന്താവും? 10 plus 100 plus 1000 plus etc plus n ടേംസ്. പിന്നെ എന്തുണ്ടാവൂടാ? ഈ -1 -1 ഇല്ലേ, n ടേംസ് വരുമ്പോ -n. അതിവിടെ ഇങ്ങനെ കൊടുക്കണം. ഈ -n എങ്ങനെയാ വന്ന്? ഈ -1 ഉണ്ട്, അതിനാണ് ഈ -n എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എല്ലാ -1 അല്ലേ, മാറ്റില്ല. അപ്പൊ -n എന്ന് എഴുതാം. 100 വന്നാൽ -100, 1000 വന്നാൽ -1000, അതിനാണ് ആ -n എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എന്താന്ന് പറയാ പ്രത്യേകത? ഇയാളൊരു ജി പി ആയിട്ടുണ്ടാവും. ഇയാളെ ജി പി ആക്കാനാണ് ഇത്രയും പണികൾ നമ്മൾ ചെയ്തത്. ഇയാളൊരു ജി പി അല്ലേ, 100/10 10, 1000/100 അപ്പോഴും 10. ഇത് ഈ ഇത്രയും ടൈമിന് ജി പി ആക്കാനാണ് ഇത്രയും പണികൾ ചെയ്തത്. നന്നായിട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇയാളൊരു ജി പിയിലാണല്ലോ. അപ്പൊ ആളുടെ ഇവിടെ ഉള്ളത് 10 100 1000 ഇങ്ങനെയാണുള്ളത്. ഇയാളുടെ സം കാണാൻ നമുക്കറിയാലോ. Sn ഈക്വൽ ടു a into r raised to n minus 1 divided by r minus 1 ആണല്ലോ. ഓക്കെ, സോ ഇവിടെ a എന്ന് വെച്ചാൽ 10, r എന്ന് വെച്ചാൽ 100/10 അല്ലെ, സെക്കൻഡ് ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇട്ട്. അപ്പൊ അത് എത്ര കിട്ടും? 10. Sn ഈക്വൽ ടു എന്തായിരിക്കും? 10 into 10 raised to n minus 1 whole divided by 10 minus 1. 10 minus 1 എത്രയാണ്? 9. ഇത്രയും ടൈമിന് ഈ ഒരു ഇക്വേഷൻ കൊടുക്കാം. ഇതെങ്ങനെയായി മാറും ലാസ്റ്റ്? Sn ഈക്വൽ ടു 7/9 into
ഇത്രയും ടേമിന് ഞാൻ എന്തെന്ന് കൊടുക്കും? 10 into 10 raised to n minus 1 whole divided by 9. Then ഇവിടെ എന്താ ഒരു മൈനസ് n ഇല്ലേ, ആ മൈനസ് n ഇങ്ങനെ കൊടുക്കാം. ഇത്രയും എഴുതിയാൽ മതി, 4 മാർക്ക് കിട്ടും. ഓക്കെ. ദെൻ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഞാൻ 7 + 77 + 777 + എക്സെട്രാ എന്ന് എടുത്തില്ലേ, എക്സാമിന് 7 വരെ 6 വരെ. അപ്പൊ ഒരു മാറ്റവും ഇല്ല ഈ സ്റ്റെപ്പിനൊന്നും. ഇവിടെ ഈ 7/9 വന്നിരിക്കുന്നുണ്ടോ, ആ 7 മാറ്റി 6 ആക്കിയാൽ മതി. ബാക്കി എല്ലാ സ്റ്റെപ്പും സെയിം ആണ്. അതാണ് ഇച്ചിരി കാണാണ്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചാൽ കാണാണ്ട് പഠിക്കണ്ട, എന്നാലും ശ്രദ്ധിക്കണം ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ. ഇപ്പൊ 2 + 22 + 222 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 7 മാറി 2 ആക്ക്. അത്രേ ഉള്ളൂ. അപ്പൊ എക്സാമിന് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് 2 ചോദ്യത്തിലോട്ട് എത്തുകയാണ്. ഇവിടെ നോക്കുക, ഇനി പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ടേമാണ് ജിയോമെട്രിക് മീൻ. ജിപിയുടെ ജിയോമെട്രിക് മീൻ കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ √(a × b) ആ. a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, b എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ടാവും. സോ ചോദ്യം നോക്കിയാൽ ഫൈൻഡ് ദ ജിയോമെട്രിക് മീൻ ഓഫ് 8 and 2. 8ന്റെ 2ന്റെയും ജിയോമെട്രിക് മീൻ കാണാം. അപ്പൊ ജിയോമെട്രിക് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇക്വേഷൻ √(a × b). 8 എന്ന് വെച്ചാൽ എയും b എന്ന് വെച്ചാൽ 2. അപ്പൊ എന്തായാലും √8 × 2 √16 എത്രയാണ്? 4. ജസ്റ്റ് 1 വേർഡ് ചോദിക്കുന്നതാണ് ജിയോമെട്രിക് മീൻ കാണാൻ. 2 ആൾക്കാരെ തന്നിട്ട് ജിയോമെട്രിക് മീൻ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്താ? √(a × b). ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം അറിയണം. ഇഫ് a, b, c are in GP, 3 ടേമുകൾ GP-യിലാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആ സെന്ററിലെ ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. 3 ടേം GP-യിലാണെങ്കിൽ ആ സെന്റർ ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും തേർഡ് ടേമും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഒരു ചോദ്യം നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ്, നല്ല ഭംഗിയുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x if -2/7 x and -7/2 are in GP എന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ടേം GP-യിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് A, ഇത് B, ഇത് C. അപ്പൊ നമുക്കറിയാം നടുവിലാളുടെ സ്ക്വയർ, നടുവിലാൾ എക്സിന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ആളും മൂന്നാമത്തെ ആളും മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ആളാരാ? -2/7 ഇൻറ്റു മൂന്നാമത്തെ ആളാരാ? -7/2. സോ എന്ത് പറ്റും? മൈനസ് ക്യാൻസൽ ചെയ്യാം, 2 2 കളയാം, 7 7 കളയാം അല്ലെ. അപ്പൊ മൊത്തം ഒരു പ്രാവശ്യം. അപ്പൊ കളഞ്ഞു കഴിഞ്ഞാൽ 0 എന്നല്ല, അപ്പൊ അവിടെ 1 ഇടണം. അപ്പൊ x² = 1, x √1. √1 എന്ന് വെച്ചാൽ എന്താണ്? x = 1 എന്ന് എഴുതരുത്, +or-1. എന്തുകൊണ്ടാ +or-1 എന്ന് പറയുന്നത് അറിയാലോ? √1 എന്ന് വെച്ചാൽ റൂട്ടിന്റെ ഉപയോഗം എന്താ? ഏതോ 2 സെയിം അക്കങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പൊ 2 ചാൻസ് ഉണ്ട്. 1 × 1 ഉം 1 ആണ്, -1 × -1 ഉം 1 ആണ്. അതുകൊണ്ടാണ് റൂട്ട് ഇട്ടതിന് ശേഷം നമ്മൾ +or-1 എന്ന് പറയുന്നത്. ഓക്കെ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു ഇടക്കിട്ട് മാത്രം എക്സാമിന് ചോദിക്കുന്നതാണ്. സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ്, S∞ എന്നും പറഞ്ഞ ചോദ്യം ഉണ്ടാവും. S∞ കാണാനുള്ള ഇക്വേഷൻ ആണ് a/1 - r, അഥവാ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 - കോമൺ റേഷ്യോ. ഓക്കെ. ഇൻഫിനിറ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത എത്രയും ആൾക്കാരെ സം കാണാൻ പറയും. ഇത് നേരത്തെ n ടേം അല്ലേ, n വരെ എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ പറയൂല. ഇൻഫൈനൈറ്റ് ടേംസിന്റെ കാണാൻ പറയും. ഒരു ചോദ്യം നോക്കി, ഫൈൻഡ് ദ സം ടു ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ദ GP 1, 1/3, 1/9, etc. ആദ്യം എപ്പോഴും ഫസ്റ്റ് ടേം എന്താ? 1. അത് കോമൺ റേഷ്യോ എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. r = 1/3 ഡിവൈഡ് ബൈ 1 എത്രയാ? 1/3. സോ S∞, സം ഓഫ് ഇൻഫിനിറ്റ് ടേം ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? a/1 - r അല്ലേ, ഇസ് ഈക്വൽ ടു a എന്താ? 1/1 - r അല്ലേ, r എത്രയാ? 1/3 ഇസ് ഈക്വൽ ടു 1/1 - 1/3 അല്ലേ. ഇവിടെ ഒരു ബൈ 1 ഇടുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 എന്താ? 3. സെൻട്രൽ ചിഹ്നം മൈനസ്. 1 × 1 എന്താ? 1 ഡിവൈഡഡ് ബൈ 1 × 3 എന്താ? 3. ഈക്വൽ ടു 1/2/3. സോ ഈ 2/3 മേലക്ക് എടുത്താൽ 3/2 തലതിരിയും. അപ്പൊ എങ്ങനെയാവും? 1 × 3/2. അപ്പൊ ഉത്തരം എന്താ? 3/2. സോ സം ഓഫ് ഇൻഫിനിറ്റ് ടേം ചിലപ്പോ മേ ബി ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തത്
ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ എളുപ്പമാണ്. S infinity is equal to a/1 minus r. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 12 ചോദ്യങ്ങളാണ് ചെയ്തത്. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പിലോട്ട് അയച്ചു തരും. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.